ഞാൻ ഒരിക്കലും അത് ആലോചിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യണം എന്ന് പോലും ഇല്ല. പക്ഷെ എനിക്ക് ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് ഇപ്പൊ എന്നെ ഭയങ്കരമായിട്ട് വീക്ക് ആക്കാണ്. എനിക്കിപ്പം എന്റേതായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ മുൻപ് എത്ര ഹാപ്പി ആയിരുന്നു അതൊന്നും എനിക്കിപ്പോ ചെയ്യാൻ പറ്റുന്നില്ല. സോ ഞാൻ വിചാരിക്കുന്നത് ആളെ ഡിസ്റ്റർബ് ചെയ്യണ്ട, ആളുടെ കാര്യം നോക്കി സന്തോഷമായിട്ട് പോട്ടെ. ഞാൻ എന്റെ കാര്യം നോക്കി ഈ വീട്ടിൽ തന്നെ ഞാൻ താമസിക്കും. എന്റെ കാര്യം നോക്കി ഒരു വാക്ക് പോലും മിണ്ടാതെ, പഴയ പോലെ പരിഭവം പറയാതെ, കംപ്ലൈന്റ് പറയാതെ, എന്റെ അടുത്ത് സംസാരിക്കണമെന്ന് പറയാണ്ട്, അങ്ങനെ ഒന്നും പറയാണ്ട് ഞാൻ ഈ വീട്ടിൽ തന്നെ ആളുടെ മുന്നിൽ തന്നെ ഒരു എന്താ പറയാ ഒരു മരവിച്ച ശ്വാസിയെ കാണുന്ന പോലെ ഞാൻ ഇവിടെ തന്നെ. എനിക്ക് വയ്യ ശ്വാസിക, ഇത്രയൊന്നും കാണാനുള്ള ചങ്കൂറ്റൊന്നും എനിക്കില്ല. അങ്ങനെ അഭിനയം വളരെ നന്നായി പോയി. എനിക്ക് പേടിയാ ശ്വാസിക ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇങ്ങനെയൊക്കെ ഭയങ്കര ഫീലിങ്സോട് കൂടി ഇപ്പൊ നിർത്താൻ പറയുമ്പോ ചോദ്യം ചോദിച്ചു എന്താ തീരുമാനം. അപ്പൊ ഞാനിങ്ങനെ എനിക്കങ്ങ് വിഷമം, എന്റെ ദൈവം ഇത് എന്തൊക്കെയാ പറയണത്, ഇതെന്തോ സംഭവം എന്നുള്ളത്. അപ്പൊ എന്താന്ന് പറയാ, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഹലോ മിസ്റ്റർ പ്രിയ, ഇവിടെ വന്നിരിക്കും, എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അല്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. അങ്ങനെ അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ നാടകീയമായി അല്ല. ഇത് ഞാൻ ഫ്രണ്ടിനോടല്ലേ പറയണത്. പ്രേമായിരുന്നു ഞാൻ തലക്കെട്ട് അടിച്ചത് കൊടുത്തേ. ഇതിപ്പോ ഫ്രണ്ടിനോട് നമ്മള് നമ്മുടെ ഉള്ളിൽ തുറന്ന് വിഷമം പറയാണല്ലോ. ഓക്കെ. അപ്പൊ എന്താന്നറിയോ, ഇതൊക്കെ നമ്മുടെ വെറും ഇത് ആക്ട് ചെയ്ത് നമ്മളെ കാണിച്ചു തരുന്നൊന്നും റിയൽ ലൈഫ് സംഭവങ്ങളൊന്നും അല്ല കേട്ടല്ലോ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഹൈലൈറ്റ് ആയിട്ടുള്ള സംഭവം എല്ലാ സാധനങ്ങളും ഇപ്പൊ ചാനലിന് കിട്ടിയല്ലോ, സമാധാനമായല്ലോ. പാവം ഇരിക്കുന്ന ഒരു ശ്വാസിക റീല് ചെയ്തിട്ട് തന്നെ അതിനകത്ത് എന്തോ പറഞ്ഞിട്ട് ആ ആൾക്കാര് ഇത്ര പെട്ടെന്ന് ഡിവോഴ്സിനെ കുറിച്ച് നിങ്ങൾ റീൽ ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് കേൾക്കുമ്പോ എന്തൊക്കെയായിരിക്കും. ഇനിയിപ്പോ നാളെ മുതൽ ഓൺലൈൻ ചാനൽ സ്വാസിക ഡിവോഴ്സിനെ കുറിച്ച് പറയുന്നത് കരഞ്ഞോണ്ടിരിക്കുന്നതൊക്കെ ഇവർ അപ്ലോഡ് ചെയ്യും. ഈ ദുഷ്ടൻ പ്രൊഡ്യൂസർ തിരിച്ച് പാരാതിട്ട്. ഞാൻ കുറച്ചുകൂടെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് എയറിലല്ലായിരുന്നു. വൈറലായിക്കോളൂ. എന്താ നമുക്ക് അടുത്ത ചോദ്യം, ചക്കം പക്കത്തിൽ അടുത്ത ചോദ്യം. ആയുധം വെച്ചോളൂ. മറന്നുപോയി. റെഡി? പ്രേമിനെ ഞാൻ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട്. ഈ ഞാനൊന്ന് ഉദ്ദേശിക്കുന്നത് സ്വാസിക വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട്. ഊതിക്കോളൂ, എന്നാലല്ലേ എനിക്ക് ടാസ്ക് തരാൻ പറ്റുള്ളൂ. ഊതു. പോരാ, മതി. എന്താണ് ടാസ്ക് എന്ന് വെച്ചാല്, ഒരു ശോകമായിട്ടുള്ള ഒരു ഗാനം, അത് ഏതാണെന്ന് ഞാൻ പറയും. അത് നന്നായിട്ട് ചിരിച്ച് കളിച്ച് സന്തോഷത്തോടെ അത് അവതരിപ്പിക്കണം. ശോകമായിട്ടുള്ള ഗാനം ചിരിച്ച് അവതരിപ്പിക്കണം. പാടണം, പാടിക്കൊണ്ട് അഭിനയിച്ചോളൂ. ഏത് ശോകഗാനം ഇപ്പൊ തരിക? കടൽ കാറ്റിൻ നെഞ്ചിൽ പാടിയാലോ? കടൽ കാറ്റിൻ നെഞ്ചിൽ. വരി അറിയില്ലല്ലോ. അയ്യോ. കടൽ കാറ്റിൻ നെഞ്ചിൽ. എന്നാ കണ്ണീർ പൂ അറിയോ? കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടിയ, അതറിയാൻ തോന്നുന്നു. എന്നാ അത് പാടിക്കോളൂ. ഫുൾ ചിരിയായിരിക്കണം കേട്ടോ വരേണ്ടത്. അതൊന്നും വേണ്ട, ഇൻസ്ട്രുമെന്റ് ഒന്നും യൂസ് ചെയ്യണ്ട, പാടിയാ മതി. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി, കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി, യോ 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 യോ, കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി. ഈണം മുഴങ്ങും, അല്ല അത് അല്ലേ? ഈണം മുഴങ്ങും പഴംപാട്ടിൽ മുങ്ങി 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 ആര് മുങ്ങി. ഈ ശ്വാസിക്കാൻ അടുത്ത് ടാസ്ക് കൊടുക്കാത്ത ഞാനാണ് ചമ്മ. എന്ത് കൊടുത്താലും അത് ഒടുക്കത്തെ പെർഫോമൻസോട് കൂടി അത് ഹിറ്റ് ആക്കി കളയും. അപ്പൊ നമ്മുടെ ചക്കം പക്കത്തിലെ മൂന്നാമത്തെ ചോദ്യം. പ്രേമ സ്വാസികയുടെ കൂടെ വീണ്ടും ഒരുമിച്ച് ചേർന്ന് അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രേമ ഇല്ല. എന്നാ സ്വാസിക പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രേമിനോടല്ല പറഞ്ഞിരിക്കുന്നത്, ബാക്കിയുള്ളവരോട്, എല്ലാവരുടെ അടുത്തും. അപ്പൊ കുഴപ്പമില്ല, വേണ്ടെന്ന്. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സാരിയാണ് എനിക്ക്, അതായത് സ്വാസികയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വേഷം ആണോ? അതെ, ഊതിക്കൊള്ളൂ. നാളെ നമുക്ക് മറ്റുള്ളവരുടെ കല്യാണത്തിന് എന്റർടൈൻമെന്റ് ഈ പരിപാടിക്ക് പോവാം കേട്ടോ. ഇപ്പൊ വന്നല്ലോ. അതെ. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വായിച്ചു എന്നാ അതില് നല്ല മിടുക്കിയാണല്ലോ. ഇപ്പൊ നല്ല സൂപ്പറായിട്ട് പ്ലേ ചെയ്ത് പാട്ടൊന്നും വായിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ എന്തോ വായിച്ചു, അത്രേ ഉള്ളൂ. അതെ, എന്തൊക്കെയൊക്കെയോ ഇപ്പൊ വന്നു. എന്തോ ഈ സാധനത്തിൽ എന്തോ പഠിച്ചപ്പോ വന്നു. അപ്പൊ സാരിയാണ് ഇഷ്ടം. ഓക്കെ. അപ്പം നമുക്ക് ടാസ്ക് ഉണ്ട്. ടാസ്ക് പറയൂ. ടാസ്ക്
ഇത് തന്നെ ഒരു Okay. ടാസ്ക് അല്ല. ഇല്ല അതൊന്നും ഒരു ടാസ്ക് അല്ല, അതൊക്കെ ഇപ്പൊ ഊഴാൻ പഠിച്ചില്ലേ. ഞാൻ ഒരു ലെറ്റർ പറയാം, ആ ലെറ്റർ Letter. ചേർന്ന് ഒരു ലെറ്റർ പറയും, ആ ലെറ്റർ വെച്ചിട്ട് പെട്ടെന്ന് ഞാൻ ഒരു 20 കൗണ്ട് ചെയ്യാം. 20 കൗണ്ട് ചെയ്യുമ്പോഴത്തേക്കുള്ള 5 സിനിമയുടെ പേര് പെട്ടെന്ന് പറയണം. ഓക്കെ, ലെറ്റർ ച. 1 ചതിക്കാത്ത ചന്തു, ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ, 4 5 ചെമ്മീൻ, 6 7 ചട്ടമ്പിനാട്, 8 ചാന്തുമുട്ട്, 10. ചെല്ലമ്മ. അയ്യോ, ഇതെല്ലാം എന്തുകൊണ്ട് ചതുരം പറയാത്ത? ചതുരം. ദുഷ്ട, എത്രയും പെട്ടെന്ന് ചതുരം തന്നെ മറന്നുപോയി. ഞാൻ ചതുരം ഫസ്റ്റ് പറയും വിചാരിച്ചിട്ടിരിക്കുക. ചാട്ടല്ലേ. ആ, അപ്പൊ ഇത്ര ഞാൻ വിചാരിച്ചു ശരിക്കും ചതുരം ചതുരം വേറൊന്നും ഉണ്ടാവില്ലേന്ന് വിചാരിച്ചിരുന്നു. ഇതിപ്പോ എത്ര എണ്ണ ഉള്ളത്? അതാ സ്വന്തം ആള് മറന്നുപോയി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ചതുരം 2 ഇനി അവര് എടുക്കാൻ പോവാണ്. ചതുരം 2 ചതുരം സെക്കൻഡ് പാർട്ട് വരാന്ന് വെച്ചോ. ആ. അപ്പൊ അതില് സ്വാസികനെ തന്നെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അഭിനയിക്കാൻ പോകും, അല്ലെങ്കിൽ ഇല്ല? പോവും. യെസ്. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട സിനിമ ടെലിവിഷൻ താരമാണ് നടി സ്വാസിക വിജയ്. ഇപ്പോഴിതാ സ്വാസികയുടെ ഒരു തുറന്നു പറച്ചിലാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. ഭാര്യ, ഉത്തമയായ ഭാര്യ എന്നാൽ ഭർത്താവിനെ അനുസരിക്കുന്ന, ഭർത്താവ് എന്തും പറഞ്ഞാൽ അത് അതേപോലെ കേൾക്കുന്ന ഒരാളായിരിക്കണം എന്നാണ് സ്വാസിക തുറന്നു പറയുന്നത്. ഇന്നത്തെ കാലത്ത് ഭാര്യമാർ ഭർത്താക്കന്മാരെ ഭരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എന്നാൽ അതല്ല വേണ്ടത്. ഭർത്താവ് പറയുന്നതിനനുസരിച്ച് ഭർത്താവിൻ്റെ കാല് തൊട്ട് വന്ദിച്ച് ഒരു ദിവസം ആരംഭിക്കുന്ന ഒരു ഭാര്യ, അതാണ് യഥാർത്ഥ സഹധർമ്മിണി എന്നാണ് സ്വാസിക പറഞ്ഞു വെക്കുന്നത്. എന്നാൽ സ്വാസികയുടെ ഈ തുറന്നു പറച്ചിലിന് സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. കുലസ്ത്രീയാകാൻ ശ്രമിക്കുകയാണോ, അതോ താനൊരു കുലസ്ത്രീയാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ അറ്റൻഷൻ ഏറ്റുവാങ്ങാൻ ശ്രമിക്കുകയാണോ താരം എന്നാണ് ഇപ്പോൾ ചർച്ചകൾ കൊഴുക്കുന്നത്.